നമ്മളിപ്പം ഓരോ കാര്യത്തിനും ചിലർക്ക് ഈ നേർച്ച കുറച്ച് കൂടുതലാണ്. അവിടെ അത് ചെയ്യാം, ഇവിടെ അത് ചെയ്യാം, അതൊക്കെ എഴുതി വെക്കും. എഴുതി വെക്കില്ല. നേരും അപ്പം തന്നെ നേരും. നേർന്ന് കഴിഞ്ഞിട്ട് മറന്നു പോകും. പക്ഷെ ഇങ്ങനെ ഈ നേർന്ന് കഴിഞ്ഞിട്ട് മറന്നു പോയി കഴിഞ്ഞാൽ മരിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നേർച്ചക്കടം എന്ന് പറയും അതിനെ. വലിയ ബുദ്ധിമുട്ടാണ് നേർച്ചക്കടം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയുന്നിടത്തോളം നേർന്ന് വയ്ക്കാതിരിക്കുക, ഉഴിഞ്ഞു വയ്ക്കാതിരിക്കുക. പൈസ ഒഴിഞ്ഞു വയ്ക്കുന്ന പണ്ടത്തെ സമ്പ്രദായമുണ്ട്. അതൊക്കെ ഒഴിഞ്ഞു വയ്ക്കാതിരിക്കുക. നേരാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ നേരാവൂ. ചെയ്യാൻ പറ്റാത്ത നേരരുത്. വലിയ വലിയ വഴിപാടുകൾ ഒരാളിപ്പോൾ ക്ഷേത്രത്തിൽ ആനയെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ജയലളിത ആനയെ കൊടുത്തു എന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മളെക്കൊണ്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. അഥവാ ഇനി പ്രാർത്ഥിച്ച് മറന്നുപോയെങ്കിൽ നമ്മൾ ശരി കുടുംബക്ഷേത്രത്തിൽ ഒരു പിടി നാണയം ഏതൊരു ക്ഷേത്രത്തിൽ പോലും ഒരു പിടി നാണയം കൊണ്ടുപോയി സമർപ്പിച്ചാൽ വളരെ നല്ലതാണ്. ക്ഷേത്രങ്ങളുടെ രീതി അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ചോറ്റാനിക്കര പോകുമ്പോൾ മേൽക്കാവിലെ മഞ്ഞപ്പട്ടിലെ ഒരു പിടി നാണയം കിഴികിട്ടി പ്രാർത്ഥിച്ച് സമർപ്പിച്ചാൽ വളരെ ഐശ്വര്യം. മേൽക്കാവിൽ പ്രധാനപ്പെട്ട വഴിപാട് ശർക്കരയാണ്. ഏത്? ചോറ്റാനിക്കര മേൽക്കാവിൽ ശർക്കരയും ഒരു പിടി നാണയവും സമർപ്പിച്ചാൽ നമുക്ക് വളരെയധികം ഐശ്വര്യം ഉണ്ടാകും. അതുപോലെ കീഴ്ക്കാവിൽ ചുവന്ന പട്ടിൽ അത് നാണയം വെച്ച് കൊടുക്കുക. പിന്നെ ഗുരുതിക്കൂട്ടുന്ന സമ്പ്രദായമുണ്ട്. ആ ഗുരുതിക്കൂട്ട് വാങ്ങിച്ചു കൊടുത്താൽ നമ്മൾ വൈകുന്നേരത്തെ ഗുരുതിയിൽ അത് സമർപ്പിക്കും. വളരെ ഫലപ്രദമാണിത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഇതുപോലെ ചുവന്ന പട്ടിൽ പിടി നാണയം വയ്ക്കാം.